മുന്തിരിവള്ളികൾ പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ കാണാൻ കർണാടകയിലെ മുന്തിരിപ്പാടങ്ങളിലേക്ക് വണ്ടി കയറാൻ വരട്ടെ. ഇനി നേരെ വയനാട്ടിലേക്ക് വിട്ടാൽ മതി. വയനാട്ടിലും മുന്തിരി കൃഷി ചെയ്യാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അമ്പലവയൽ സ്വദേശിയായ തേവരോട്ട് ജേക്കബ്. പന്തൽ വിരിച്ച പോലെയുള്ള മുന്തിരിപ്പാടങ്ങളിൽ പഴുത്തുപാകമായി പർപ്പിൾ നിറത്തിൽ തൂങ്ങിക്കിടക്കുന്ന മുന്തിരിക്കുലകൾ സിനിമാ ഗാനങ്ങളുടെ ദൃശ്യങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. അതുപോലെ വയനാട്ടിലും മുന്തിരി കൃഷി ചെയ്യാനാകുമെന്ന് തെളിയിക്കുകയാണ് റിട്ടയർഡ് അധ്യാപകനായ ജേക്കബ്. മുന്തിരി കൃഷിക്ക് പറ്റിയ കാലാവസ്ഥയാണ് വയനാട്ടിൽ. വലിയ മുന്തിരിപ്പാടങ്ങളില്ലെങ്കിലും 5 വർഷങ്ങൾക്ക് മുൻപ് വീടിന്റെ മുറ്റത്ത് നട്ട മുന്തിരിവള്ളി ഇത്തവണ പൂവിട്ട് കായ്ച്ചതോടെ പ്രതീക്ഷകളും മധുരതരമായി മാറി. ഇതൊരു 4 വർഷം മുമ്പ് നട്ട മുന്തിരിയാണ്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 10-15 കുലകൾ, 20-ഓളം വലുതും ചെറുതുമായിട്ടുള്ള കുലകളുണ്ടായി. മധുരമുണ്ട്. വയനാട്ടിൽ മുന്തിരി പിടിക്കുന്നതാണ്, കായ്ഫലം കിട്ടുന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായിരുന്നു. അതിലും ഇതുപോലെ കായ്ച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് മതിൽ കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് മുറിച്ചു കളഞ്ഞു. വീടിന്റെ മുന്നിൽ കെട്ടിയ മതിലിൽ കമ്പികൾ കൊണ്ടുണ്ടാക്കിയ പന്തലിലാണ് മുന്തിരിവള്ളികൾ പടർത്തിയത്. വയനാട്ടിലെ തണുപ്പൻ കാലാവസ്ഥയിൽ മുന്തിരി കൃഷിയും വിജയിക്കുമെന്നതാണ് അദ്ദേഹത്തിന്റെ അനുഭവം. മാതൃഭൂമി ന്യൂസ്, വയനാട്. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗെ, വയനാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് മുന്തിരി കൃഷി എന്ന് തെളിയിച്ചു തന്നിരിക്കുകയാണ് ജേക്കബ് മാഷെ. ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും, അവിടുത്തെ മണ്ണും കാലാവസ്ഥയൊക്കെ ഇതിന് പറ്റുന്നതാണോ, നമുക്കിതിൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളത്. പക്ഷേ കൃഷിയിലൂടെ തന്നെ തെളിയിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ മലയാളികൾ ദൂരയാത്ര പോകുന്ന സമയത്തും അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ നേരത്തെ ആയിരിക്കും ഇങ്ങനെയുള്ള മുന്തിരിത്തോപ്പുകൾ കാണുന്നുണ്ടാവുക. പക്ഷേ നമുക്കൊക്കെ തന്നെ പലപ്പോഴും കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്കുള്ള ഈ പല പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കാഴ്ചകൾ കാണാൻ കഴിയും. പക്ഷേ ഇനി അങ്ങനെ ഒരു യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം യാതൊരു പ്രകൃതിയെയും ബാധിക്കാത്ത അല്ലെങ്കിൽ കാലാവസ്ഥയെ പോലും ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ കേരളത്തിൽ എവിടെയും ഇപ്പോൾ മുന്തിരി വിളയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും രസമുള്ളൊരു കാര്യം. കാരണം അത് തനതായ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നു. അങ്ങനെ മുന്തിരി വള്ളികളൊക്കെ തന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ തന്നെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. നമുക്കൊരു മുന്തിരി പൊട്ടിച്ച് കഴിക്കാൻ കഴിയുന്നു, അതിന്റെ മധുരം നുണയാൻ കഴിയുന്നു. അതുമാത്രമല്ല, ഈ ഒരു കർഷകരുടെ കാര്യം തന്നെ പറയുന്ന സമയത്ത് പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. വലിയ തോതിലുള്ള കൃഷിയായിട്ടൊന്നുമല്ല, ഒരു അല്പസമയം വിശ്രമവേളകളൊക്കെ തന്നെ ആനന്ദകരമാക്കാനുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അത്ര ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് ഇങ്ങനെ ഒരു മുന്തിരി കൃഷിയായിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിരമിച്ച അധ്യാപകം കൂടി എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ തന്നെ അത് കാണാനായിട്ട് എത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ പുതിയ ഇനങ്ങൾ അല്ലെങ്കിൽ പുതിയ വിളകൾ കൂടി നമ്മുടെ നാടുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് കൂടി അനുയോജ്യമായി ഉതകുന്ന രീതിയിൽ നമുക്കത് കൃഷി ചെയ്തെടുക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിലൂടെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത്. അത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. കാരണം മഞ്ഞോ വെയിലോ മഴയോ അല്ലെങ്കിൽ മലനാടോ ഇടനാടോ അല്ലെങ്കിൽ തീരപ്രദേശമാണെങ്കിൽ പോലും ഇങ്ങനെ മുന്തിരി വിളയിച്ചെടുക്കാൻ കഴിയും. ഭാവിയിൽ കൂടുതൽ നമ്മളൊരു പക്ഷേ ഇപ്പോൾ അന്യനാടുകളിൽ നിന്ന് വാങ്ങുന്ന, അന്യരാജ്യങ്ങളിൽ നിന്ന് പോലും വാങ്ങുന്ന പല രീതിയിലുള്ള ഫലങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാക്കാൻ കഴിയുമെന്നതിന്റെ ഒരു ചെറിയ ടീസറായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളെ കാണാൻ കഴിയും. തീർച്ചയായും സാരംഗ് പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥയോ മണ്ണോ ഒക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മുഴുവനായും അങ്ങ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ചില കൃഷികളൊക്കെ നമ്മളൊന്ന് കിണഞ്ഞു പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വിജയിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ജേക്കബ് മാഷും അതേ സന്ദേശം തന്നെയാണ് പകർന്നു വയ്ക്കുന്നത്. വയനാട്ടിലെ കാലാവസ്ഥയ്ക്കും മണ്ണിനും മുന്തിരി കൃഷി ചെയ്യാൻ അനുയോജിച്ചതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കി തരുന്നത്.